അടുക്കളകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് LPG അടുപ്പുകൾ. ഭക്ഷണം പാകം ചെയ്യുന്നത് ഭൂരിഭാഗവും LPG അടുപ്പുകളിലാണ്. അതുകൊണ്ട് തന്നെ സിലിണ്ടറുകളുടെ വില വർധന ജനങ്ങളുടെ സാമ്പത്തിക ഗതിയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടുത്തിടെ നാഗ്പൂരിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എഥനോൾ അധിഷ്ഠിതമായ ഒരു പാചക സ്റ്റൗ പരിചയപ്പെടുത്തുന്നത്. എഥനോളിൽ വെള്ളം കലർത്തി പാചകത്തിനുള്ള തീ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. വാണിജ്യ LPG സിലിണ്ടറുകളെക്കാൾ കുറഞ്ഞ ചെലവിൽ പാചകം ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എഥനോളിൽ ഏകദേശം 7 വെള്ളം കലർത്തുന്നതിലൂടെ വാണിജ്യ LPG സിലിണ്ടറുകളെക്കാൾ കുറഞ്ഞ ചെലവിൽ പാചകത്തിന് ആവശ്യമായ താപം നൽകാൻ സാധിക്കുമെന്ന് ഗഡ്കരി പറഞ്ഞു. ഇത് വിജയകരമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഈ എഥനോൾ സ്റ്റവിന് ഗാർഹിക ഊർജ്ജ ബില്ലുകൾ കുറയ്ക്കാനും ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സാധിക്കും. ഇത്തരം നൂതന കണ്ടുപിടുത്തങ്ങൾ ഇന്ത്യക്ക് ഫോസിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കുമെന്നും അതോടൊപ്പം കൂടുതൽ ശുദ്ധമായ ഊർജ്ജ പരിഹാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമായും കരിമ്പ്, ചോളം, മറ്റ് കാർഷിക ജൈവ അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൽക്കഹോൾ അധിഷ്ഠിത ജൈവ ഇന്ധനമാണ് എഥനോൾ. എഥനോൾ കൂടുതൽ ശുദ്ധമായി കത്തുമെന്നും കാർബൺ മോണോക്സൈഡ്, കത്താത്ത ഹൈഡ്രോ കാർബണുകൾ തുടങ്ങി മലിനീകരണ വസ്തുക്കളുടെ പുറന്തള്ളൽ കുറയ്ക്കുമെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വീടുകളിലെ വായു മലിനീകരണം കുറയ്ക്കുമെന്നും ഇറക്കുമതി ചെയ്യുന്ന LPGയെ ആശ്രയിക്കുന്നത് ലഘൂകരിക്കുമെന്നും കരിമ്പ്, ചോളം കർഷകർക്ക് പിന്തുണയേകുമെന്നും ഒപ്പം പാചക ചെലവ് കുറയ്ക്കുമെന്നും വിശ്വസിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇന്ത്യയുടെ എഥനോൾ മിശ്രിത പദ്ധതി അതിവേഗം വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജൈവ ഇന്ധന ഇൻഫ്രാസ്ട്രക്ചറിലെ നിക്ഷേപങ്ങളുടെയും മറ്റും ഫലമായി പെട്രോളിലെ എഥനോൾ മിശ്രണം 2014 1.5% നിന്നും 2025 ഏകദേശം 20% ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാണിജ്യ LPG സിലിണ്ടറുകൾ മാറ്റി സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വാണിജ്യ ഉപയോഗത്തിനായി എഥനോൾ അധിഷ്ഠിത പാചക അടുപ്പുകൾക്കായുള്ള ഒരു നിർദ്ദേശം ഗ്രെയിൻ എഥനോൾ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. വാണിജ്യ അടുക്കളകളിലായിരിക്കും പ്രാരംഭ പ്രവർത്തനം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ വളരെ വിപുലമായ ഒരു LPG ശൃംഖല നിലവിലുണ്ട്. എന്നാൽ രാജ്യത്തെ ഇത്ര വലിയ ജനസംഖ്യയ്ക്ക് ഇത്ര വലിയ തോതിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്ന്, ഇത് ഫലപ്രദമാകുമോ എന്നത് സംശയമാണെന്നും കരുതപ്പെടുന്നുണ്ട്. നൂതന ബർണർ സാങ്കേതിക വിദ്യ ഇല്ലാതെ കുറഞ്ഞ എഥനോൾ സാന്ദ്രത തീ നിലനിർത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.